നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സംഗതികൾ പൂർണ്ണമായും കൊണ്ട് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, അത് നബി ഇവിടെ ദഅവത്ത് ചെയ്തിട്ടുണ്ട്. ആ ദഅവത്തിന്റെ മേഖല വളരെ ചെറുതാണെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി വിശാലമായ മേഖലയിൽ ഇബ്രാഹിം നബി അലൈഹി, അങ്ങനെ ഈ സർവ്വ അമ്പിയാക്കന്മാരുടെ ദഅവത്തിനെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തന്നത് റസൂലാണ്. അപ്പൊ നമ്മൾ അവരെ ദഅവത്ത് കണ്ടതുപോലെ നമുക്കതിന് സംശയമില്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ളതായ നമ്മളെ വിശ്വാസമാണ്. അപ്പൊ റസൂലുള്ളാഹിനെ ഷാഹിദ് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ അസാധാരണത്വം, ആ കണ്ണിന്റെ വിശുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലമുൽ അർവാഹിൽ നബിന്റെ പൂർണ്ണമായ ആ തസറുഫാത്തുകളിലേക്ക് സൂചന ആയിക്കൊണ്ടിട്ടാണ് ഇന്നാ അർസൽനാക ഷാഹിദൻ. ആ നിലക്ക് ഷാഹിദായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചിട്ടുള്ളത്. സർവ്വ ഇന്നാ അർസൽനാക വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, അങ്ങനെയുണ്ട് എല്ലാ മനുഷ്യർക്കും. അവർക്ക് നദീറും അവർക്ക് ബഷീറൊക്കെ ആയിട്ട് നബിയെ തങ്ങൾ അയച്ചിട്ടുണ്ട്. അങ്ങനെ സർവ്വ മനുഷ്യർക്കും സർവ്വ വസ്തുക്കൾക്കൊക്കെ എല്ലാ നിലക്കുള്ള വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വ വസ്തുക്കൾക്കും റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതല്ലേ ഈ വിശുദ്ധമാവുന്നതായ ഇസ്ലാമിന്റെ സന്ദേശത്തിന് അങ്ങനല്ലേ? ഇമാം ബുഖാരി തങ്ങൾ തന്നെ ബാബു കൊടുത്തതിന് ബാബു റഹ്മത്തിന്നാസി വൽ ബഹായിം, ബാബു റഹ്മത്തിന്നാസി വൽ ബഹായിം, മൃഗങ്ങളോട് കൃപ കാണിക്കണം. എല്ലാ മുസ്ലിങ്ങളോട് മാത്രം കൃപ കാണിക്കാന്നല്ല, അന്നാസ് എന്നാണ് ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്നത്, എല്ലാ മനുഷ്യരോടും. എന്നിട്ട് അതിന് സാക്ഷ്യമാവാൻ പറ്റുന്നതായ ഹദീസിലാണ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു സന്ദേശം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അപ്പൊ എല്ലാ വസ്തുക്കൾക്കും റഹ്മത്തായി കൊണ്ടാണ് നബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, ആ ജന്മദിനം ആഘോഷിക്കണോ ആഘോഷിക്കണ്ടേ എന്നൊക്കെ എന്നൊരു ചർച്ചയുടെ നിന്നല്ല കുറെ കാലം മുമ്പേലുള്ളതാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ ആ ബഹുമാന ആദരവ് എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, അത് സ്വാഭാവികമായി ഉണ്ടായിത്തീരണം. സഹാബത്ത് എന്നുള്ള ചിലർ പറഞ്ഞില്ലേ, നബി വന്നപ്പോ നിൽക്കാൻ തുടങ്ങി ചിലർ, റസൂൽ പറഞ്ഞു നിൽക്കണ്ട. അപ്പൊ അവര് പറഞ്ഞത് എന്താ? ഖിയാമിൽ അസീസി അലയ്യ ഫർദുൻ, നിൽക്കാതെക്കാൻ കഴിയൂല നബിയെ. നബിനെ കാണുമ്പോൾ നിൽക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. വതർക്കുൽ ഫർദി മാ ഹുവ മുസ്തഖീം, ഫർദ് ഉപേക്ഷിക്കാന്നുള്ളത് നല്ലൊരു സംഗതിയല്ലല്ലോ. അജിബത്തുലിബൻ ലഹു അഖലുൻ വഫൗബുൻ, ബുദ്ധി വിവേകമൊക്കെ ഉള്ളതായ ആളുകളെ പറ്റിയാണ് ഞങ്ങൾക്കുള്ള പുതുമ. എന്താണ്? തറ ഹാദൽ ജമാല ഫലാ യഖൂം, നബിയെ കണ്ടിട്ട് നിൽക്കാത്തവൻ അവൻ എന്തൊരു വിഡ്ഢിയാണ്.